ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ യാത്ര ഈ കാണുന്ന പെരേസ് തടാകത്തിലൂടെ ഒരു ബോട്ട് യാത്രയാണ്. നമ്മൾ റോഡിൽ നിന്നും പാർക്കിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന ഇടത് സൈഡിലായിട്ട് ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും, വലത് സൈഡിലായിട്ട് കൊച്ചു കുട്ടികൾക്ക് വേണ്ടി കളിക്കാനുള്ള പാർക്കുമാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഈ പാർക്ക് ഏകദേശം 300 ഏക്കർ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ പാർക്കിൻ്റെ പേര് പെരേസ് പാർക്ക് എന്നാണ്. ഇങ്ങനെ ഒരു പേര് കിട്ടാനായിട്ടുള്ള കാരണം ഇസ്രായേൽ 9th പ്രസിഡൻ്റ് ആയിരുന്ന ഷിമോൻ പെരേസ് എന്നയാളിൻ്റെ നാമധേയത്തിലുള്ള പാർക്കാണിത്. അതുകൊണ്ടാണ് ഈ പാർക്കിന് പെരേസ് പാർക്ക് എന്ന് പേര് കിട്ടിയത്. ഈ പാർക്കിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് ഓപ്പൺ പാർക്കാണ്. ഇവിടെ നമ്മൾ വരുന്നതിന് ഫീസോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ആകെ നമ്മൾ പേ ചെയ്യേണ്ടത് ബോട്ടിങ്ങിന് വേണ്ടി മാത്രമാണ്. ഈ പാർക്ക് 24 മണിക്കൂറും എല്ലാ ദിവസങ്ങളിലും ഓപ്പൺ ആണ്. ഇവിടെയുള്ള ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലുകൾ, കോഫി ഷോപ്സ് എല്ലാം തന്നെ 24 മണിക്കൂറും തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് ചെല്ലാം. താഴേക്ക് ചെല്ലുമ്പോൾ നമുക്ക് നല്ല വ്യക്തമായിട്ട് ഈ വെള്ളച്ചാട്ടം കാണാനായിട്ട് പറ്റും. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ഗെയിം എനിക്കിവിടെ കാണാനായിട്ട് ഇടയായി. അപ്പം നിങ്ങളുമായിട്ട് ഞാനത് ഷെയർ ചെയ്യാനായിട്ട് ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഇത് വലിയ ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ എപ്പോൾ വന്നാലും ഫുള്ള് തിരക്കാണ്. ഇവിടെ നിന്നും വെള്ളം നിറഞ്ഞു തുളുമ്പി മഴ പോലെ താഴേക്ക് വീഴുന്നതായിട്ട് നമുക്ക് കാണാം. എത്ര നാച്ചുറൽ ആണല്ലേ. നമുക്കിനി ഇവിടെ നിന്ന് താഴേക്കിറങ്ങി നമ്മുടെ ലക്ഷ്യസ്ഥാനമായ പെരേസ് തടാകത്തിലേക്ക് പോകാം. ഈ കൊച്ചു തടാകത്തിന് മുകളിൽ കൂടി ചെറിയ ഒരു പാലമുണ്ട്. നിങ്ങൾക്കത് വീഡിയോയിൽ കാണാം. നമുക്ക് അപ്പുറത്തേക്ക് കടക്കാനായിട്ട്. ഇതാണ് ഞാൻ മുൻപേ പറഞ്ഞ പെരേസ് തടാകം. ഈ തടാകത്തിലൂടെ ചെറിയ ബോട്ടുകളിലായിട്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ചെറിയ ബോട്ടിനാണെങ്കിൽ 1 മണിക്കൂറത്തേക്ക് 40 ഷെക്കലും, വലിയ ബോട്ടിനാണെങ്കിൽ 1 മണിക്കൂറത്തേക്ക് 50 ഷെക്കലുമാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. ഈ തടാകത്തിൻ്റെ വലത് സൈഡിലായിട്ട് കോഫി ഷോപ്സുകൾ, വൈൻ ഷോപ്സ്, ഐസ്ക്രീം പാർലറുകൾ, ചെറിയ ചെറിയ ഹോട്ടലുകൾ, അങ്ങനെ കളർഫുള്ളായിട്ട് നമുക്ക് വീഡിയോയിൽ കാണാനായിട്ട് പറ്റും. എത്ര ഭംഗിയാണല്ലേ. നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ മോഡലിലുള്ളതാണ് വലിയ ബോട്ട്. അതായത് 6 പേർക്ക് ഇരുന്നിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും.
ഇതിനാണ് 50 ഷെക്കൽ നമ്മൾ പേ ചെയ്യേണ്ടത്. ഇതിലും ചെറിയ ബോട്ടുണ്ട്, അതിൽ 4 സീറ്റാണുള്ളത്. അതിന് 40 ഷെക്കലാണ് 1 മണിക്കൂറത്തേക്ക് പേ ചെയ്യേണ്ടത്. ഇവിടെ വരുന്ന കുട്ടികളായാലും ശരി, പ്രായമുള്ളവരായാലും ശരി, അവർ ഈ ബോട്ടിലൊക്കെ ഒന്ന് കയറി 1 മണിക്കൂർ ഒന്ന് എൻജോയ് ചെയ്തിട്ടാണ് എല്ലാവരും തന്നെ തിരിച്ചു പോകാറുള്ളത്. എന്ത് രസമാണല്ലേ ഈ തടാകം കാണാനായിട്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ വലിയ 2 ബിൽഡിങ്ങുകളും വലിയ റെസ്റ്റോറൻറ്റുകളാണ്. വലിയ വലിയ ഫംഗ്ഷനുകളൊക്കെ ഈ റെസ്റ്റോറൻറ്റിൽ വെച്ച് നടത്താറുണ്ട്. ഈ കളർഫുള്ളായിട്ടുള്ള ചെറിയ ബോട്ടുകൾ കണ്ടിട്ട് നിങ്ങൾക്കും ഇതിലൊന്ന് യാത്ര ചെയ്താലോ എന്ന് തോന്നുന്നുണ്ടോ? നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന ഇതൊക്കെ ചെറിയ ചെറിയ ഷോപ്സുകളാണ്. വെറൈറ്റികളായിട്ടുള്ള ചെയറുകളും കുഷ്യൻസും കളർഫുള്ളായിട്ടുള്ള കുടകളും ഒക്കെ കാണുമ്പോൾ എന്തൊരു മനോഹാരിതയാണല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ കാണാറുള്ളത് പോലെ പുല്ലുകൊണ്ടുണ്ടാക്കിയ കുടയുടെ കീഴിലായിട്ടാണ് കൗണ്ടർ ഇരിക്കുന്നത്. ഇവിടെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് കസേരയിൽ പോയിരുന്നാൽ മതി, നമുക്കവിടെ സാധനങ്ങൾ എത്തിച്ചു തരും. ഈ തടാകക്കരയിൽ ഒരു കോഫിയൊക്കെ കുടിച്ചിരിക്കാനായിട്ട് എന്ത് രസമാണല്ലേ. സ്വീറ്റ് വൈന്, അങ്ങനെ വെറൈറ്റീസ് ആയിട്ടുള്ള വൈനുകൾ നമുക്കിവിടെ കിട്ടും. ശരിക്കും ഒരു കളർഫുള്ളായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്.
ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഒരു ബോട്ടിൽ കയറിയാലോ എന്നൊരാഗ്രഹം. അപ്പം നമുക്ക് പോയി ഒരു പാസ് എടുത്തിട്ട് വരാം. ഈ ഓപ്പോസിറ്റ് കാണുന്ന ഈ ഷോപ്പിലാണ് നമുക്ക് പാസ് എടുക്കേണ്ടത്. അപ്പം നമുക്കിനിയും പോയി ഒരു പാസ് എടുത്തിട്ട് വരാം. ഒക്കെയുണ്ട്, നിങ്ങൾ കണ്ടോ? ഇതിലെ ലെഫ്റ്റ് റൈറ്റ് തിരിക്കുന്ന അനുസരിച്ചിട്ടാണ് നമ്മുടെ ബോട്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. അപ്പം നമ്മുടെ ബോട്ട് യാത്ര അവസാനിപ്പിക്കാൻ സമയമായി. നമുക്ക് തിരിച്ചു പോകാം. നമ്മുടെ ബോട്ടിംഗ് യാത്രയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ടയേർഡായി. കാരണം ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഒരു ഐസ്ക്രീം കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഐസ്ക്രീം ഷോപ്പിൽ വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മളീ കാണുന്നത് പല ഫ്ലേവറിലുള്ള ഐസ്ക്രീമുകളാണ്. കണ്ടാൽ കുട്ടികളുടെ കളർ ബോക്സ് പോലെ ഇരിക്കുന്നല്ലേ. അപ്പം നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴിച്ചിട്ട് വരാം. അപ്പോൾ പെരേസ് തടാകത്തിലെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് വന്ന വഴിയെ കൂടെ തന്നെ വേണം തിരിച്ചു പോകാനായിട്ട്. ഇനി കുറച്ച് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഫുട്ബോൾ, വോളിബോൾ, ബാസ്ക്കറ്റ് ബോൾ അതിനുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ കളിക്കാനായിട്ട്. നമ്മളിപ്പോൾ കാണുന്ന ഇത് ഒരു ബർത്ത്ഡേ പാർട്ടിയാണ്. ഇവിടെ നമ്മൾ ഏത് പാർക്കിൽ ഏത് സമയത്ത് പോയാലും എപ്പോഴും കാണും ബർത്ത്ഡേ പാർട്ടിക്കാർ.
ഇവിടെയും നമ്മൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയുള്ള കളിക്കാനായിട്ട് മെഷീനറീസുകൾ. ഓരോ പാർക്കിലും നമ്മൾ ചെല്ലുമ്പോഴും വ്യത്യസ്തങ്ങളായ മെഷീനറീസാണ് നമ്മൾക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഇതിന് തൊട്ടപ്പുറത്തായിട്ട് ട്രെയിന്, കാറ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അടച്ചിട്ടേക്കുന്ന കാരണം എനിക്ക് നിങ്ങളെ കാണിക്കാനായിട്ട് പറ്റിയില്ല. ഇവിടെയാണ് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ വോളിബോൾ, ഫുട്ബോൾ, ബാസ്ക്കറ്റ് ബോൾ അതൊക്കെ കളിക്കാൻ വേണ്ടിയുള്ള സ്ഥലം. ഇവിടെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കുട്ടികളെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഗെയിമാണ്. കയറിൽ കൊളുത്തി ഓരോ കല്ലിലും ചവിട്ടി മുകളിലേക്ക് എത്രത്തോളം നമുക്ക് മുകളിലേക്ക് കയറാൻ പറ്റുമോ അത്രത്തോളം പോകുക എന്നതാണ് ഈ ഗെയിമിൻ്റെ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾക്കത് വീഡിയോ കണ്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കൊച്ചു കുട്ടികളും ഇത് തന്നെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഈ ഭിത്തിയിൽ കാണാൻ പറ്റും ഓരോ കളറുകളിലായിട്ട് കാണുന്നത് ചെറിയ ചെറിയ കല്ലുകളാണ്. ആ ഓരോ കല്ലുകളിലും ചവിട്ടി അവിടെ തൊട്ട് മുകളിലായിട്ട് ഓരോ കൊളുത്തുണ്ട്. ആ കൊളുത്തിൽ നമ്മളുടെ അരയിൽ ചുറ്റിയേക്കുന്ന കയറ് കൊളുത്തി കൊളുത്തി വേണം നമുക്ക് മുകളിലേക്ക് കയറാനായിട്ട്. ഇവിടെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കൊച്ചു കുട്ടികൾക്കുള്ള ഗെയിമാണ്. അവരും പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. എന്തൊരു അത്ഭുതമാണല്ലേ! എത്ര ഈസി ആയിട്ടാണ് അവർ ഓരോ സ്റ്റെപ്പുകളും മുന്നോട്ട് വെച്ച് മുകളിലേക്ക് കയറുന്നത്. കണ്ടിട്ട് തന്നെ പേടി തോന്നുന്നു. അപ്പോൾ നമ്മുടെ കാഴ്ചകളൊക്കെ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. പെരേസ് തടാകത്തിലെ കൊച്ചു ബോട്ട് യാത്രയും കൊച്ചു കൊച്ചു കാഴ്ചകളും കുട്ടികളുടെ ഗെയിമും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തായിട്ടുള്ള ബെൽ ബട്ടൺ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും.